43-ാമത്തെ സർഗത്തിലെ 18 പദ്യങ്ങളാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. 18-ാമത്തെ പദ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ജാഗ്രത് സ്വപ്നാർത്ഥ സാർത്ഥസ്യ സംവിദശ്ചന ഭിന്നത അസ്ത്യപ്രതിഘരൂപായ പ്രകാശാലോകയോരിവ. ജാഗ്രത അവസ്ഥയിലെയും സ്വപ്നാവസ്ഥയിലെയും വസ്തുക്കൾക്കും ആ വസ്തുക്കളെ ഉള്ളതാക്കി തീർക്കുന്ന ചിത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സ്വപ്ന പദാർത്ഥങ്ങൾക്ക് വാസ്തവികത എവിടെയാണുള്ളത്? എവിടെയാണ് ഈ സ്വപ്ന പദാർത്ഥങ്ങൾ സത്യമായി തീരുന്നത്? സ്വപ്ന പദാർത്ഥങ്ങളെ സത്യമെന്ന് കരുതുന്ന ബോധത്തിൽ, ചിത്തിൽ. അതുപോലെ ജാഗ്രത് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അവയെയും ഉള്ളതാക്കി തീർക്കുന്നത് ഇതേ ചിത്ത് തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. എന്തിനേയും ഉള്ളതാക്കി തീർക്കുന്നത് ചിത്തിൻ്റെ സ്വഭാവമാണ്. ശൂന്യതയെപ്പോലും. ശൂന്യതയുണ്ട് എന്ന് പറയണമെങ്കിൽ ചിത്ത് ശൂന്യതയെ പ്രകാശിപ്പിക്കണം. ചിത്ത് ശൂന്യതയെ ഉള്ളതായി അറിയിച്ച് തന്നാലേ നമുക്ക് ശൂന്യതയുണ്ടെന്ന് പറയാൻ പറ്റൂ. അതുപോലെ വസ്തുക്കളുടെ ഉണ്മയെയും അറിയിച്ചു തരുന്നത് ഈ ചിത്ത് തന്നെയാണ്. അപ്പോൾ ജാഗ്രത്, സ്വപ്നം എന്നീ 2 അവസ്ഥകളിലുള്ള വസ്തുക്കൾക്കും ആ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന അഥവാ ഉള്ളതാക്കി തീർക്കുന്ന സംവിത്തിനും തമ്മിൽ ഭേദമില്ല. പദാർത്ഥങ്ങളെയും പദാർത്ഥങ്ങളെ അറിയിച്ചു തരുന്ന പദാർത്ഥങ്ങൾക്കും പദാർത്ഥങ്ങളെ അറിയിച്ചു തരുന്ന ചിത്തിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ ചിത്ത് തന്നെയാണ് പദാർത്ഥ രൂപത്തിൽ കാണപ്പെടുന്നത്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ എന്നർത്ഥം. ആ രൂപങ്ങൾ സൂക്ഷ്മമോ സ്ഥൂലമോ ആകാം. രൂപം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണപ്പെടുന്നവയായിരിക്കണം എന്ന് നിർബന്ധമില്ല. സൂക്ഷ്മമായ തലത്തിലും നമ്മൾ രൂപങ്ങളെ അനുഭവിക്കാറുണ്ട്. മനസ്സിൽ പൊന്തി മറയുന്ന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ മനോമുകുരത്തിൽ തെളിയുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാം സൂക്ഷ്മ രൂപങ്ങൾക്ക് ഉദാഹരണമാണ്. എങ്ങനെയാണ് ഒരു രൂപത്തെ സൂക്ഷ്മമെന്നോ സ്ഥൂലമെന്നോ നമ്മൾ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നത് സൂക്ഷ്മം, അനേകം വ്യക്തികൾക്ക് ഒരേ സമയം അനുഭവിക്കാൻ കഴിയുന്നത് സ്ഥൂലം. നമ്മൾ വിചാരിക്കുന്നത് സൂക്ഷ്മത്തെ അപേക്ഷിച്ച് സ്ഥൂലം സത്യമാണ് എന്നാണ്. കാരണം പലരും അറിയുന്നുണ്ടല്ലോ, ഒരേ സമയത്ത് പല വ്യക്തികൾ അനുഭവിക്കുന്നത് കൊണ്ട് സ്ഥൂല പദാർത്ഥങ്ങൾക്ക് വാസ്തവികത കൂടുതലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. സൂക്ഷ്മത്തിന് വാസ്തവികതയില്ല. കാരണം അത് വ്യക്തിക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്. എത്ര പേരറിയുന്നു, അനുഭവിക്കുന്നു എന്നുള്ളതല്ല പ്രമാണം. ആരെവിടെ എന്തിനെ അനുഭവിച്ചാലും ആ അനുഭവിക്കപ്പെടുന്നത് മറ്റൊന്നാണെങ്കിൽ അത് കള്ളമായിരിക്കും. ദ്വിതീയം, ദ്വൈതം എന്ന് പറഞ്ഞാൽ കള്ളം എന്നർത്ഥം. ദ്രഷ്ടാവ്, ദൃശ്യം, ഈ 2-ൽ ഏതാണ് സത്യം എന്ന് ചോദിച്ചാൽ, സാപേക്ഷമായ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൃശ്യത്തെക്കാളും ദ്രഷ്ടാവാണ് കൂടുതൽ സത്യം. പക്ഷേ അദ്വൈത തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ദൃശ്യങ്ങൾ പോലും കള്ളം. ദ്രഷ്ടാവ്, ദൃശ്യം എന്നുള്ള ഭേദം പോലും ശുദ്ധമായ അദ്വൈതത്തിൽ സാധ്യമല്ല. ഇപ്പോൾ വസ്തുക്കളെയും വസ്തുക്കളെ അറിയിച്ചു തരുന്ന സംവിത്ത് അഥവാ ബോധം, ഇവയ്ക്ക് തമ്മിൽ വ്യത്യാസമില്ല. അസ്തി അപ്രതിഘരൂപായ പ്രകാശാലോകയോരിവ. അപ്രതിഘം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം എന്നർത്ഥം. പ്രതിഘം എന്ന് പറഞ്ഞാൽ സ്ഥൂലം. അസ്തി അപ്രതിഘരൂപായ, സൂക്ഷ്മമായ തലത്തിലേക്ക് പോകുന്തോറും സാധ്യതകൾ ഏറും. എപ്പോഴും അങ്ങനെയാണ്. സ്ഥൂലമായ തലത്തിൽ എന്തൊക്കെ സാധ്യതകൾ നമ്മൾ കാണുന്നു, അതിനേക്കാളും എത്രയോ മടങ്ങ് സാധ്യത കൂടുതലുണ്ട് സൂക്ഷ്മമായ തലത്തിൽ. അതുകൊണ്ട് ആ സൂക്ഷ്മത്തെ നിസ്സാരമായി കരുതണ്ട എന്നാണ്. കാരണം അതിന് അവിടെ സാധ്യതകൾ ഏറെയാണ്.
ജാഗ്രത്തിൽ നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ പറ്റില്ല, പക്ഷേ സ്വപ്നത്തിൽ പറക്കാൻ പറ്റും. ഗോളാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. അവിടെ സാധ്യതകൾ ഏറെയാണ്. സ്വപ്നത്തിൽ എന്തിനെയാണ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? പക്ഷെ അതെല്ലാം കള്ളമല്ലേ എന്നായിരിക്കും നമ്മൾ പറയുക. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം മിഥ്യയല്ലേ എന്ന്. ജാഗ്രത്തിൽ കാണുന്നതും അതുപോലെ മിഥ്യ എന്നാണ് വേദാന്തം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വപ്നം മിഥ്യയാണെന്ന് മനസ്സിലാക്കാൻ വേദാന്ത ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ജാഗ്രത് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കാൻ അധ്യാത്മശാസ്ത്രം പഠിച്ചേ പറ്റൂ. വേദാന്തം പഠിക്കാതെ ജാഗ്രത്തിലെ ലോകം അഥവാ പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുമായിട്ട് വ്യവഹരിക്കുമ്പോൾ, നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ചിന്തയെ ഞാൻ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ വ്യക്തിയും മറ്റു വ്യക്തികളുമായി വ്യവഹരിക്കുമ്പോൾ ഈ ലോകം സത്യമാണ് എന്നുള്ള ചിന്തയ്ക്ക് ആക്കവും തൂക്കവും വർദ്ധിക്കും. ഇങ്ങനെ പരസ്പരം നമ്മൾ സ്വയം ഭ്രമിക്കുകയും മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭ്രമത്തിൽ നിന്ന് രക്ഷ നേടാൻ പ്രയാസമാണ്. സ്വപ്നം എന്ന് പറയുന്നത് വ്യക്തി മാത്രം അനുഭവിക്കുന്ന ഒരു ദൃശ്യമാണ്. വ്യക്തി ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം നിൽക്കും, അല്ലെങ്കിൽ സ്വപ്നം അവസാനിക്കും. ജാഗ്രത അങ്ങനെയല്ല. നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്നു. ഉണർന്നിരിക്കുന്നവർ ഈ ജാഗ്രതയിലെ ലോകത്തെ അവർ അനുഭവിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അവർ പറയുന്നത് നിങ്ങൾ ഉറങ്ങിപ്പോയതാണ്, നിങ്ങൾ ഉറങ്ങിപ്പോയി, നിങ്ങൾ ഈ ലോകത്തെ അനുഭവിച്ചില്ല. ഞങ്ങൾ ഉണർന്നിരിക്കുന്ന എത്ര കോടി ആളുകൾ ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് അനുഭവിച്ചു എന്ന് പറയാമോ, എന്നറിയാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പല ആളുകൾ അനുഭവിച്ചത് കൊണ്ട് ഈ പ്രപഞ്ചം ഉള്ളതാവണം. ഞാൻ അനുഭവിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ബാഹ്യപ്രപഞ്ചം സത്യമാണ്. സ്വപ്നത്തിലെ പ്രപഞ്ചം ആ വ്യക്തി മാത്രമേ അറിയുന്നുള്ളൂ. അത് മറ്റുള്ളവരറിയുന്നില്ല. പക്ഷേ സ്വപ്നത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ സ്വപ്ന പ്രപഞ്ചം അയാളുടെ ജാഗ്രതയിലെ പ്രപഞ്ചം പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ജാഗ്രതത്തിനെയോ സ്വപ്നത്തിനെയോ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ ജാഗ്രതയിൽ സ്ഥിതി ചെയ്യുന്നവർ പറയുന്നു ജാഗ്രതയിലെ ലോകമാണ് സത്യം. സ്വപ്നം കാണുന്ന വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്ന ലോകത്തെ സത്യമെന്ന് കരുതുന്നു. ഈ രണ്ട് കൂട്ടരിൽ ആരുടെ വാദമാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെ വാദവും തെറ്റാണ്. സ്വപ്ന പ്രപഞ്ചവും ജാഗ്രത് പ്രപഞ്ചവും ഒരുപോലെ കള്ളം, രണ്ടുമില്ലാത്തത്. പിന്നെ എന്താണ് സത്യം? ഈ സ്വപ്നത്തെയും ജാഗ്രത്തിനെയും ഉള്ളതാക്കി തീർക്കുന്ന ചിത്ത്, ബോധം, ബ്രഹ്മം, അഖണ്ഡ ബോധസ്വരൂപമായ ആത്മാവ്, അതുമാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. ആ സത്യത്തിൽ ജാഗ്രതവുമില്ല, സ്വപ്നവുമില്ല, സുഷുപ്തിയുമില്ല. അതിൽ അതുമാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. അതിനെ എങ്ങനെ അറിയും? അതിനെ മാറി നിന്നുകൊണ്ട് അറിയാൻ പറ്റുകയുമില്ല. പിന്നെ അതിനെ എങ്ങനെയാണ് അറിയുക? അതായി നിന്നുകൊണ്ട് അറിയാൻ പറ്റും. അതായി നിന്നുകൊണ്ട് അതിനെ എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ഒന്നിനെ അറിയണമെങ്കിൽ അറിയുന്ന ഞാനും അറിയപ്പെടുന്ന മറ്റൊന്നും വേണമല്ലോ. അത് ദ്വൈതതലത്തിലുള്ള അനുഭവമാണ്. അദ്വൈതാനുഭൂതിക്ക് മറ്റൊന്ന് എന്നുള്ള വിചാരം തടസ്സമാണ്. മറ്റൊന്നുണ്ടെന്ന് കരുതിയാൽ ആ മറ്റൊന്ന് ആത്മാനുഭൂതിക്ക് പ്രതിബന്ധമായി തീരും. അപ്പോൾ ആത്മാവായി നിന്നുകൊണ്ട് മാത്രമേ ആത്മാനുഭൂതി നേടാൻ പറ്റൂ. അത് എങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും എന്ന് ചോദിച്ചാൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാതെ മാറി നിന്നുകൊണ്ടുള്ള അനുഭവം അല്ലെങ്കിൽ ദ്വൈതതലത്തിലുള്ള അനുഭവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക്
അദ്വൈതാനുഭൂതിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഒരിക്കലും അത് സാധ്യമല്ല. അനുഭവിയാതറിവിയില്ല. അനുഭവിച്ചാലേ ഈ ആത്മതത്വം എന്താണെന്ന് ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റൂ. അതുവരെ നിങ്ങൾക്ക് പലതും സങ്കല്പിക്കാം, ഭാവന ചെയ്യാം, അതുപോലെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഭാവന ചെയ്യാം. പക്ഷേ അതെല്ലാം ഭാവനയുടെ സന്താനങ്ങൾ മാത്രമായിരിക്കും. അതൊന്നും വസ്തു അനുഭവം ആവില്ല. അതുകൊണ്ട് ആത്മാനുഭൂതി നേടാനുള്ള ശ്രമത്തിൽ വേണം നാം എപ്പോഴും വ്യാപരിക്കാൻ. ആത്മാവിനെ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകണം. അത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, ആരിൽ നിന്ന് കിട്ടും, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ആത്മജ്ഞാനം നേടുന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ഉറപ്പിക്കുക. കാരണം ആത്മാവിനേക്കാളും മഹത്തരമായ മറ്റൊന്നുമില്ല. ഒരു വ്യക്തി ജീവിതത്തിൽ എന്തിനെയാണ് നേടേണ്ടത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഏറ്റവും മഹത്തായതിനെ, സാമ്യമില്ലാത്ത ഒന്നിനെ, അതാണ് ഈ ആത്മതത്വം എന്ന് പറയുന്നത്. അതിനെ നേടാത്ത ഒരു വ്യക്തി ജീവിതത്തെ പാഴാക്കുന്നു എന്നാണ് അധ്യാത്മശാസ്ത്രത്തിന് പറയാനുള്ളത്. സഹ്യാത്മഹാ സ്വം വിനിഹന്ത്യസദ്ഗ്രഹാത്. വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്, മനുഷ്യർ സ്വയം അധപ്പതിപ്പിക്കുന്നു. മറ്റൊരാൾ നമ്മെ തരം താഴ്ത്തുന്നില്ല, മറ്റൊരാൾ നമ്മെ പതിപ്പിക്കുന്നില്ല. ഓരോ വ്യക്തിയും സ്വയം അധപ്പതിക്കുകയാണ്. എങ്ങനെയാണ് അധപ്പതിക്കുന്നത്? ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കരുതി തെറ്റായി തീരുമാനിക്കുക വഴി, അസത്യത്തിന് സത്യത്വം നൽകുന്നത് വഴിയാണ് സത്യം മറഞ്ഞതുപോലെയായിത്തീരുന്നത്. കയറിലെ സർപ്പം അതാണ് കയറിനെ മറയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇല്ലാത്ത സർപ്പം ഉള്ള കയറിനെ മറയ്ക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് ആലോചിച്ചൂടെ? ഇല്ലാത്തത് ഉള്ളതിനെ മറയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇല്ലാത്തത് സത്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളത് അറിയപ്പെടാതെ പോകുന്നു, അല്ലെങ്കിൽ മറഞ്ഞതുപോലെയായിത്തീരുന്നു. അത് യഥാർത്ഥത്തിലുള്ള മറവല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കി തീർത്ത മറവാണ്. കയറിനെ കയറായി അറിയുന്നതിന് എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. കാരണം ഉള്ളത് കയറ് മാത്രമാണ്. കയറിൽ ഇല്ലാത്ത സർപ്പത്തെ ആരോപിച്ച് അത് സത്യമാണ് എന്ന് നാം കരുതുന്നത് കൊണ്ടാണ് കയറ് മറഞ്ഞതുപോലെ ആയിത്തീരുന്നത്. അത് നമ്മുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ പിടിപ്പുകേടാണ്, നമുക്ക് പറ്റിയ അബദ്ധമാണ്, അമളിയാണ്. അത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ഉള്ളതിനെ അറിയാൻ ശ്രമിക്കണം. അതിനാദ്യം ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം മിഥ്യയാണെന്ന സത്യത്തെ നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളണം. ജഗത്ത് മിഥ്യയാണ് എന്ന ആശയത്തെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്കും ബ്രഹ്മം സത്യമാണെന്ന് സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ആദ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭ്രമമാണ് എന്ന് ഉറപ്പുവരണം. അതിനെ ആവർത്തിച്ച് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അനേകം ആളുകൾ സത്യമെന്ന് കരുതുന്ന ഈ പ്രപഞ്ചത്തെ വേദാന്ത ശാസ്ത്രം മിഥ്യ എന്ന് പറയുന്നത്? അതിന് വേദാന്തം നിരത്തുന്ന യുക്തികൾ ഏതൊക്കെയാണ്? ഇത് നല്ലപോലെ ചിന്തിച്ച് ആ യുക്തികളുടെ പശ്ചാത്തലത്തിൽ തത്വവിചാരം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിസ്സാരത ഒരു വ്യക്തിക്ക് പിടികിട്ടുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് ഏത് കെങ്കേമനായ ശാസ്ത്രജ്ഞനും കണ്ടെത്താൻ പറ്റില്ല. എല്ലാവരും ഈ മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞൻ്റെ ഗവേഷണവും റോക്കറ്റ് വിക്ഷേപണവും ഒക്കെ ഈ മായയുടെ ഉള്ളിലാണ്. അയാൾക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് തീരുമാനിക്കാൻ കഴിയുക? അതിന് ഋഷീശ്വരന്മാർ പറയുന്നത് കേൾക്കണം. അവരുടെ വാക്കുകളെ നാം വിശ്വസിക്കണം. അചഞ്ചലമായ ശ്രദ്ധ ആ കാര്യത്തിൽ നമുക്കുണ്ടാകണം. അല്ലാതെ ആത്മാനുഭവം നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് ആചാര്യന്മാരുടെ വാക്കുകളെ വിശ്വസിക്കുക. ഏതാചാര്യൻ്റെ? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട്. എല്ലാവരും ഒരേ സത്യത്തെയാണ് സാക്ഷാത്കരിച്ചത്. അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ വാക്ക് നിങ്ങൾക്ക് 100%
വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ പല ആചാര്യന്മാരെ കൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം സത്യത്തെ പല രീതിയിലും വളച്ചൊടിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആത്മാവെന്ന് പറയുന്നത് ഇതാണ്, വേറൊന്നാണ്, മറ്റൊന്നാണ്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേട്ടാൽ ആശയക്കുഴപ്പം അധികരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെ ശരണം പ്രാപിക്കണം എന്നുള്ളത് സത്യം കണ്ടെത്തിയവരുടെ വാക്കുണ്ട്. സത്യദർശികൾ എന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള മഹാത്മാക്കളുണ്ട്. അവരുടെ വാക്ക് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഉപനിഷത്തുകളെ ശരണം പ്രാപിക്കുക. ഉപനിഷത്ത് എഴുതിയത് ആര് എന്നുള്ളത് ഇന്നേ വരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഏതോ ഋഷി എഴുതിയതാണ്, അല്ലെങ്കിൽ ഒരു ഋഷിയിലൂടെ പ്രകടമായതാണ് ഉപനിഷത്ത് എന്ന് നമ്മൾ പറയുന്നു. നിങ്ങൾ വ്യക്തികളെ വിശ്വസിക്കേണ്ട. ഈശ്വരന് വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണോ? എന്താണ് ഉദ്ദേശം? ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ഇടതുപക്ഷത്തിൻ്റെ സിദ്ധാന്തം ദൈവമില്ല എന്ന് പറഞ്ഞാൽ, ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണണമായിരുന്നു. ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടട്ടെ എന്നാണ് പറയുന്നത്. പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉണ്മയെ മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ മാത്രം അല്പനാണോ ഈ ഭഗവാൻ? അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് ഈ കീടങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഈ മനുഷ്യർ വിചാരിച്ചു വച്ചിരിക്കുന്നത്? അഹങ്കാരത്തിൻ്റെ ലവലേശം പോലും ഉള്ളിലില്ലാത്ത ആ പരമസത്യം എങ്ങും എവിടെയും എപ്പോഴും നിറഞ്ഞ് ഒരു മറവുമില്ലാതെ പ്രകാശിക്കൊണ്ടിരിക്കുന്ന സത്യം ഇനി എന്ത് മറമാറ്റി ആരെ വിശ്വസിപ്പിക്കാനാണ്? നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ പ്രകാശം ഭൂമി മുഴുവൻ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു അർദ്ധഗോളം മുഴുവൻ വ്യാപിക്കുന്നു. ഒരർദ്ധഗോളം രാത്രി ആയിരിക്കുമല്ലോ. ഒരർദ്ധഗോളത്തിൽ പകൽ വ്യാപിക്കുമ്പോൾ മറ്റേ അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യർക്ക് ഇരുട്ടാണ്. അവർ പറയുന്നു, ഞങ്ങൾ സൂര്യനെ കാണുന്നില്ല. നിങ്ങൾ മറ്റേ അർദ്ധഗോളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പകലാണ്. ഓരോരുത്തരും അവരവരുടെ അനുഭവത്തെ മാത്രം സത്യമെന്ന് കരുതി ജീവിക്കുന്നു. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ തുരുത്തുകളിലാണ്. തുരുത്തെന്ന് കേട്ടിട്ടില്ലേ? തുരുത്തുകൾ. അതായത് സങ്കുചിതമായ ചിന്താഗതി. എൻ്റെ ധാരണ അതാണ് ശരി. അത് ഈശ്വരനെ കുറിച്ചിട്ടുള്ള ധാരണയായാലും ആത്മാവിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും സ്വർഗ നരകാദികളെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും പിതൃക്കളെ കുറിച്ചിട്ടുള്ളതാണ്, എന്തിനെ കുറിച്ചിട്ടുള്ള ധാരണയായാലും ഓരോ വ്യക്തിയും അവരവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ വാസനകൾക്കനുസരിച്ച് ഓരോരോ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ധാരണ മാത്രമാണ് സത്യം, ശരി എന്ന് അവർ തർക്കിക്കുകയും ചെയ്യുന്നു. ഇതിൽ പരം വിഡ്ഢിത്തം വേറെ എന്താണുള്ളത്? സത്യം ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ അല്ലെങ്കിൽ സൂര്യതുല്യം തെളിഞ്ഞിട്ടുള്ളപ്പോൾ വ്യക്തികളുടെ ധാരണകൾക്കിവിടെ എന്താണ് പ്രസക്തി? അതുകൊണ്ട് വ്യക്തികളെ നിങ്ങൾ വിട്ടേക്കൂ. അവരുടെ വാക്കുകളിൽ വാസ്തവികത ഉണ്ടോ? അവർ പറയുന്നത് സത്യമാണോ? യുക്തിയുക്തമായിട്ടാണോ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? നിങ്ങൾ അതുമാത്രം നോക്കിയാൽ മതി. ഈ പറയുന്ന അല്ലെങ്കിൽ സത്യത്തെ വിവരിച്ചു തരുന്ന വ്യക്തി അയാൾ മലയാളിയോ തമിഴനോ മറാഠിയോ പഞ്ചാബിയോ ഏത് കോത്താഴത്തുകാരൻ വേണമെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടോ? യുക്തിയുക്തമായിട്ടാണോ അദ്ദേഹം അവതരിപ്പിക്കുന്നത്? അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം തിന്നാ പോരെ, കുയ്യെണ്ണണ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആ വാക്കുകൾ നമുക്ക് മനഃശാന്തി പകർന്നു തരുന്നുണ്ടോ? ആ വാക്കുകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അതൊക്കെ മനസ്സിലാക്കാൻ അല്പം ചിന്താശേഷി വേണം. ബുദ്ധിയെ പണയപ്പെടുത്തിയാൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആര് പറയുന്നത് സത്യം, ആര് പറയുന്നത് മിഥ്യ, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അസ്തി അപ്രതിഘരൂപായാഹ. അപ്രതിഘം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം. അതിസൂക്ഷ്മമായ ബോധത്തിനും ബോധം അറിയിച്ചു തരുന്ന പദാർത്ഥങ്ങൾക്കും അല്ലെങ്കിൽ ദൃശ്യങ്ങൾക്കും തമ്മിൽ വ്യത്യാസമില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ബോധം തന്നെയാണ്
പ്രപഞ്ച ഘടകങ്ങളായി പ്രകാശിക്കുന്നത്. കഴിഞ്ഞു. ഇദം ഹി വിശ്വം ഭഗവാൻ. ഭാഗവതത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഭാഗവതം ഭക്തിശാസ്ത്രം എന്നാണല്ലോ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. തെറ്റാണ്. ഭാഗവതത്തെക്കാളും വലിയ ഒരു ജ്ഞാനശാസ്ത്രം വേറെയില്ല. ആ ഭാഗവതം പ്രഖ്യാപിക്കുകയാണ് ഈ വിശ്വം, ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെ. അവിടെ ഭഗവാൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചു. ഉപനിഷത്തിൽ ഇതൊക്കെ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. ഈ ബ്രഹ്മം ഭഗവാൻ എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അതും ഭാഗവതം പറയുന്നുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയപ്പെടുന്നത് ഈ അഖണ്ഡ ബോധം തന്നെയാണ്. പേരിലെന്തിരിക്കുന്നു? എന്ത് പേര് പറഞ്ഞാൽ എന്ത്? പേരുകൾ വ്യവഹരിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ലോകത്ത് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. മറ്റാരുമില്ല, ഒരൊറ്റയാൾ മാത്രം. അയാൾക്ക് പേരുണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ തിരിച്ചറിയാനാണ് ഈ പേര് പ്രയോജനപ്പെടുന്നത്, സഹായകമാകുന്നത്. ഒരൊറ്റ വ്യക്തിയേ ഉള്ളുവെങ്കിൽ അവന് പേരിടാൻ തന്നെ ആളില്ല. ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയംഭൂവാണെന്ന് വിചാരിച്ചോളൂ. ആ വ്യക്തിക്ക് പേരിടാൻ അച്ഛനും അമ്മയും പോലും ഇല്ല. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അമ്മ പ്രസവത്തിൽ മരിച്ചുപോയി. ഇപ്പോൾ ഈ കുഞ്ഞിന് ആര് പേരിടും? ഇപ്പം നിങ്ങൾ ചോദിക്കുക ആ കുഞ്ഞെങ്ങനെയാണ് വളർന്നതെന്ന്. കടന്ന് ചിന്തിക്കണ്ട. പേര് മുതിർന്നവർ, മാതാപിതാക്കൾ നമുക്ക് ഇട്ട് തന്ന ഒന്നാണ്. പേരിലെന്തിരിക്കുന്നു? ജയകുമാർ എന്ന് പറഞ്ഞാലും, സന്തോഷ് എന്ന് പറഞ്ഞാലും, ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞാലും, മഹേഷ് എന്ന് പറഞ്ഞാലും, ദിവാരൻ സാർ എന്ന് പറഞ്ഞാലും, ശർമാജി എന്ന് പറഞ്ഞാലും, രമേശ് എന്ന് പറഞ്ഞാലും, എക്സ് ഓർ വൈ എന്ത് പറഞ്ഞാലെന്ത്? പേരുകളിലാണ് ഭേദം. പേരുകൾ കുഴപ്പമുണ്ടാക്കും. പേരുകൾ എന്തുകൊണ്ടാണ് കുഴപ്പമുണ്ടാക്കുന്നത്? രൂപങ്ങൾ കുഴപ്പമുണ്ടാക്കും. രൂപങ്ങൾക്കാണ് പേരുകൾ നൽകപ്പെടുന്നത്. പേരോ രൂപമോ ഏതാണ് ആദ്യം? രൂപമാണ് ആദ്യം. ഒരു കുഞ്ഞ് ജനിക്കാതെ ആരും അതിന് പേരിടില്ല. മലടിയുടെ മകനെ ഇന്നേ വരെ ആരും നാമകരണം ചെയ്തിട്ടില്ല. ഉണ്ടോ? അപ്പോൾ രൂപങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു. രൂപങ്ങളെയാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പേരുകൾ. അല്ലാതെ ഈ പേരുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എൻ്റെ പേര് കൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നുമില്ല. എൻ്റെ പേര് വിളിക്കുന്നത് മറ്റുള്ളവരാണ്, ഇല്ലേ? ഞാൻ എൻ്റെ പേര് പറഞ്ഞു വിളിക്കില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. വ്യവഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പേരുകൾ അല്ലെങ്കിൽ നാമങ്ങൾ. രൂപങ്ങൾ മിഥ്യയാണ്. എല്ലാം ഒരേ ആത്മാവിൻ്റെ പ്രതിരൂപങ്ങളാണ്. എല്ലാം ആത്മമയമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പേരുകൾ കൊണ്ട് വിശേഷിച്ച് ഒരു പ്രയോജനവുമില്ല. അദ്ദേഹം ആരോടും തൻ്റെ പേരെന്താ എന്ന് ചോദിക്കില്ല. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തിരുവണ്ണാമലയിൽ ചെന്നപ്പോൾ രമണ മഹർഷിയെ കണ്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിച്ചില്ല. എവിടെ നിന്ന് വരുന്നു, ഊണ് കഴിച്ചോ, ഇങ്ങനെയുള്ള കുശലാന്വേഷണം ഒന്നും തന്നെ അവിടെ ഉണ്ടായില്ല. എന്തുകൊണ്ട്? എവിടുന്നാ വരുന്നത്? ഈ മുമ്പിൽ നിൽക്കുന്ന രൂപം വന്നിട്ടേ ഇല്ല, ജനിച്ചിട്ടേ ഇല്ല. അത് വെറും ഭ്രമമാണ്. ഇനിയിപ്പോൾ ഏത് നാട്ടുകാരനാണ്, ഏത് ദേശത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു വ്യക്തിയെ നമ്മൾ സത്യമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് അയാളെക്കുറിച്ചുള്ള മറ്റന്വേഷണങ്ങൾ, അല്ലേ? അച്ഛനാര്, അമ്മയാര്, എന്ത് ചെയ്യുന്നു, വിവാഹം കഴിഞ്ഞോ, കുട്ടികളുണ്ടോ? ഈ കുശലാന്വേഷണങ്ങൾ കൊണ്ട് ആർക്കും ഇന്നേ വരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുന്നു. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ കുറേ നേരം കഴിയുമ്പോൾ ബോറടിക്കും. എന്താ പേരെന്താ? അറിഞ്ഞിട്ട് എന്തോ വേണം? സമയം പോകാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. വെറുതെ ചുമ്മാതിരിക്കാൻ വയ്യ. അപ്പോൾ ഉള്ളിലുള്ള ഒരു
അസ്വസ്ഥതയാണ് കുശലാന്വേഷണങ്ങൾക്ക് പ്രേരണ നൽകുന്നത്. ആത്മജ്ഞാനി ആരോടും നിങ്ങളുടെ പേരെന്താണ്, എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, വിവാഹിതനാണോ അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണോ, കുട്ടികളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറില്ല. തമാശയ്ക്ക് വേണ്ടി ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചോദിച്ചു എന്ന് വരാം, പക്ഷേ അറിയാൻ വേണ്ടി ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. കാരണം അറിയേണ്ടത് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആരോട് എന്ത് ചോദിച്ചിട്ട് എന്തറിയാൻ? ഉള്ളത് ബ്രഹ്മം, എൻ്റെ മുമ്പിലിരിക്കുന്നത് സാക്ഷാത് ബ്രഹ്മം എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ കാര്യമായ തകരാറുണ്ട് എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത്. സ്വാനുഭവത്തെ ആത്മജ്ഞാനി പ്രകടിപ്പിക്കുമ്പോൾ ഭ്രാന്തന്മാർക്ക് അത് പുലമ്പലായിട്ടാണ് തോന്നുക. അയാൾക്ക് തലയ്ക്ക് അസുഖം ഉണ്ടെന്നാണ്. വാസ്തവത്തിൽ ഈ ജ്ഞാനിക്ക് അസുഖം ഉണ്ടെന്ന് കരുതുന്ന ഇവനാണ് തലയ്ക്ക് അസുഖം, ഇവനാണ് ഭ്രാന്ത്. അദ്ദേഹം ഭ്രാന്ത് തെളിഞ്ഞവനാണ്, ഭ്രാന്ത് മാറിയവനാണ്. നേരത്തെ ഭ്രാന്തനായിരുന്നു, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കുശലപ്രശ്നം അല്ലെങ്കിൽ കുശലാന്വേഷണം ആരോടും ചോദിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. അറിയാൻ വേണ്ടി മറ്റൊരാളുടെ ബയോഡാറ്റ നിങ്ങൾ ശേഖരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? സെൻസസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക, അല്ലേ? സെൻസസിന് വരുമ്പോൾ ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, ഓരോരുത്തരുടെ പേര്, തൊഴിൽ, പ്രായം. നമ്മൾ സെൻസസ് എടുക്കാൻ വന്നവരില്ല, അതിന് വേറെ ആൾക്കാരുണ്ട്. അത് അവരുടെ ഉപജീവന മാർഗമാണ്. നമ്മൾ അതുപോലെ വേണ്ടാത്ത ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ബുദ്ധിക്കകത്ത് ശേഖരിച്ച് വെക്കരുത്. ഉള്ളത് തന്നെ വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ദ്വൈത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ബുദ്ധിക്കകത്ത് സംഭരിച്ച് വെക്കരുത്. ഉള്ളതിനെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് കളയാൻ നോക്കൂ. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ഭാവത്തെ നല്ല പോലെ ഉറപ്പിച്ചോളൂ. അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ബോധത്തിനും ബോധ സാന്നിധ്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന പദാർത്ഥങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഏതുപോലെ പ്രകാശ ആലോകയോരിവ. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിയാം, പ്രകാശം. ആലോകം എന്ന് പറഞ്ഞാൽ കാഴ്ച. കാഴ്ചയെ സഹായിക്കുന്നതാണ് പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റൂ. വാസ്തവത്തിൽ ഈ പ്രകാശവും കാഴ്ചയും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വേറെ വേറെയോ. നമുക്ക് തോന്നും കാഴ്ച അത് ഞാൻ കാണുന്നതല്ലേ, പ്രകാശം കാണാൻ സഹായിക്കുന്നത്. ഇത് രണ്ടും രണ്ടല്ലേ? വാസ്തവത്തിൽ പ്രകാശമില്ലാതെ കാഴ്ച സാധ്യമല്ല. കാഴ്ചയില്ലാതെ പ്രകാശത്തെക്കുറിച്ച് അറിയാനും പറ്റില്ല. പ്രകാശത്തെ നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളുടെ സാന്നിധ്യത്തെ നാം അറിയുന്നു. വസ്തുക്കളെ കാണിച്ചു തരുന്ന ഒന്നുണ്ടാവണം, അതാണ് പ്രകാശം. അതുകൊണ്ട് പ്രകാശമുണ്ട്. അല്ല, ഞാൻ പ്രകാശത്തെ കാണുന്നു, ബൾബിൽ നിന്നും സൂര്യചന്ദ്രാദികളിൽ നിന്നും വരുന്ന പ്രകാശം. നിങ്ങൾ പ്രകാശത്തെ കാണുന്നു എന്നാരാ പറഞ്ഞത്? നിങ്ങൾ സൂര്യനെ കാണുമ്പോൾ സൂര്യനെയാണ് കാണുന്നത്, ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രനെയാണ് കാണുന്നത്, അഗ്നിയെ കാണുമ്പോൾ അഗ്നിയെയാണ് കാണുന്നത്, അഗ്നിജ്വാലകളെയാണ് കാണുന്നത്. പ്രകാശം എന്ന ഒന്നിനെ പ്രകാശ സ്രോതസ്സിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട് അറിയാൻ പറ്റില്ല. കാരണം അത് അത്യന്തം സൂക്ഷ്മമാണ്. പ്രകാശം അറിയപ്പെടാതെ തന്നെ ഇരിക്കുന്നു. പ്രകാശ സാന്നിധ്യത്തിൽ വസ്തുക്കളെ നമ്മൾ കണ്ടിട്ട് പ്രകാശമുണ്ട് എന്ന് പറയുന്നു. പ്രകാശം ഉണ്ടെന്ന് പറയുമ്പോഴും പ്രകാശത്തെ നാം വേറിട്ട് കാണുന്നില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പോയിന്റ്. പ്രകാശത്തെ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമായ ഈ ആത്മാവിനെയും വേറിട്ടറിയാൻ പറ്റില്ല.
അത് അറിവിന് വിഷയമാകുന്ന ഒന്നല്ല. പക്ഷേ അതിൻ്റെ അസ്തിത്വത്തെ നമുക്ക് സംശയിക്കാനും പറ്റില്ല. ഞാൻ വസ്തുക്കളെ കാണുന്നു, പ്രകാശം എന്നൊന്നില്ല എന്ന് പറയുന്നത് പോലെ വിഡിത്തമാണ് ആത്മാവില്ല എന്ന് പറയുന്നത്. കാഴ്ച അല്ലെങ്കിൽ അനുഭവത്തെ സാധ്യമാക്കി തീർക്കുന്ന ഒന്നുണ്ട്, ഉണ്ടാവണം. അതിനെയാണ് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, രുചിക്കുന്നുണ്ടല്ലോ. ഈ അനുഭവങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന ഒരു പ്രകാശം ഉള്ളിലുണ്ടാവണം. അതാണ് എല്ലാറ്റിനെയും അറിയിച്ചു തരുന്നത്. അതിനെയാണ് ആത്മാവ്, ബ്രഹ്മം, ചിത്ത് എന്നൊക്കെ വേദാന്തികൾ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സത്യത്തെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. എന്തിനേയും നിങ്ങൾക്ക് നിഷേധിക്കാം, ആത്മാവിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നോ, ആത്മാവില്ല എന്ന് ഞാൻ നിഷേധിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യും എന്ന് ചോദിച്ചാൽ, ആത്മാവില്ലെന്ന് പറയുന്ന നിങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങളിലെ ഞാനായി ആത്മാവിനെ നിഷേധിച്ചുകൊണ്ട് വർത്തിക്കുന്നത് ആത്മാവാണ്. അത് നിങ്ങൾ തിരിച്ചറിയാത്തത് നിങ്ങൾ മണ്ടനായതുകൊണ്ട്, അല്ലാതെ ആത്മാവില്ലാത്തതായതുകൊണ്ടല്ല. ഒന്നിനെ ഉള്ളതായിട്ടോ ഇല്ലാത്തതായിട്ടോ അറിയിച്ചു തരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയെ നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നത് ഈ ആത്മാവാണ്. അതുകൊണ്ട് അതിൻ്റെ ഉണ്മയെ ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഒന്നിനെ അംഗീകരിക്കാനും ആത്മാവ് വേണം, ഒന്നിനെ നിഷേധിക്കാനും ആത്മാവ് വേണം. ജഡത്തിന് അംഗീകരിക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. റോഡിൽ കിടക്കുന്ന ജഡപദാർത്ഥങ്ങൾ, കല്ലും മണ്ണുമൊക്കെ, എന്തിനെയെങ്കിലും അവ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനെയെങ്കിലും അവയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ടാണല്ലോ അവയെ ജഡങ്ങളെന്ന് പറയുന്നത്. ബുദ്ധിയുള്ളവരാണ് ഒന്നിനെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാനോ നിഷേധിക്കാനോ പറ്റാത്ത ഒന്നാണ് എന്നുള്ള വാദമൊക്കെ ബുദ്ധിയാണ് ഉയർത്തുന്നത്. ബുദ്ധിയുടെ പുറകിൽ നിന്ന് ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവിനെ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധ്യവുമല്ല. ആത്മാവിനെ അറിയുന്നത് അതിലൂടെയാണ്. ആത്മാവിലൂടെയാണ് ആത്മാവിനെ അറിയുന്നത്. അതായത് മാറി നിന്ന്, വേറിട്ട് നിന്ന് ആത്മാവിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഭാവം, അഹങ്കാരം, ജീവഭാവം ഉള്ളിടത്തോളം ആത്മാവിനെ അറിയാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ആത്മജ്ഞാനമെന്ന് പറയുന്നത് അഹങ്കാര നാശമല്ലാതെ മറ്റൊന്നല്ല. ഞാനെന്ന ഭാവം പൂർണ്ണമായി ഉള്ളിൽ നിന്ന് നീങ്ങുമ്പോൾ അവശേഷിക്കുന്നതെന്തോ അത് സ്വയം അറിയും. അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അസംബന്ധമാണ്. പക്ഷേ അറിഞ്ഞ ഒരാൾ ഞാൻ അറിഞ്ഞു എന്ന് പറയാതെ മറ്റുള്ളവർ എങ്ങനെ അതിൻ്റെ ഉണ്മയെ അംഗീകരിക്കും? ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരാൾ പറയുമ്പോൾ അപ്പോഴല്ലേ ആ ആത്മാവ് എന്നൊരു സത്യം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ അദ്ദേഹം അറിഞ്ഞത്, ഞാൻ ആത്മാവിനെ അറിഞ്ഞിട്ടുണ്ട്, സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അനുഭവ വേളയിൽ അദ്ദേഹം അതിനെ മാറി നിന്നറിയുകയല്ല ചെയ്തത്. അദ്ദേഹം അതായി നിന്നുകൊണ്ട് അതിനെ അറിഞ്ഞു. ഈ അതായി നിന്നുകൊണ്ട് അതിനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിയപ്പെടാൻ മറ്റൊന്ന് വേണമല്ലോ. അത് നമ്മുടെ ലൗകികമായ അറിവുകൾ പോലെയുള്ള ഒന്നല്ല. അതൊരു ലൗകികമായ അനുഭവമല്ല. അത് അഭൗമമായ, അലൗകികമായ, ഇന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അതിനെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ ശ്രമിക്കരുത്. ബുദ്ധി കൊണ്ട് ഈ ആത്മാവ് എന്താണെന്നോ ആത്മാനുഭവം എങ്ങനെ ഇരിക്കും, അങ്ങനെയൊന്നും ചിന്തിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് ബുദ്ധിക്ക് അതീതമായ ഒന്നാണ്. പക്ഷേ സൂക്ഷ്മമായ ബുദ്ധിയിലൂടെ, ഏകാഗ്രപ്പെടുത്തപ്പെട്ട ബുദ്ധിയിലൂടെ അതിനെ വ്യക്തമായി അറിയാനും പറ്റും. ചിതറിപ്പോകുന്ന ബുദ്ധി, പലതിൽ ഭ്രമിച്ചു പോകുന്ന ബുദ്ധി കൊണ്ട്, ഏകാഗ്രത നേടാൻ പറ്റാത്ത
ബുദ്ധി കൊണ്ടാണ് അതിനെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒന്നാണ് ഈ ആത്മാവ്. ആ സൂക്ഷ്മമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി നേർത്ത് വരും. ബുദ്ധി നേർത്ത് അവസാനം ബുദ്ധി എന്ന ഒരു മാധ്യമം പൂർണ്ണമായി ഇല്ലാതാവും. അപ്പോൾ ആത്മാനുഭൂതി ഉണ്ടാവും. കാരണം ഒരു നേരിയ മറ പോലുമില്ല, ബുദ്ധിയുടെ ഒരു നേരിയ മറ പോലുമില്ല. ആത്മാവിലൂടെ നാം അതിനെ അറിയും. അപ്പോൾ പ്രകാശത്തിനും കാഴ്ചയ്ക്കും എങ്ങനെയാണോ ഭേദമില്ലാത്തത്, അതുപോലെ ആത്മാവിനും ആത്മാവിനാൽ അറിയപ്പെടുന്ന വസ്തുക്കൾക്കും ഭേദമില്ല. ആത്മാവ് തന്നെ പദാർത്ഥങ്ങളായും വ്യക്തികളായും പ്രപഞ്ചമായും പ്രകടിപ്പിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ അതാണ് ആത്മാനുഭവം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ജാഗ്രത് സ്വപ്നയോർ യേ അർത്ഥാഃ പ്രസിദ്ധാഃ തേഷാം അപ്രതികരൂപായാസ്തത് സംവിദശ്ച അതോ ന ഭിന്നതേത്യർത്ഥഃ. ജാഗ്രത്തിലും സ്വപ്നത്തിലും നാം അനുഭവിക്കുന്ന വസ്തുക്കൾ വളരെ പ്രസിദ്ധങ്ങളാണ്. പ്രസിദ്ധങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് ആണ്, വ്യക്തമായി അറിയുന്നതാണ്. ആ വസ്തുക്കൾ അപ്രതികരൂപായാഃ തത് സംവിദശ്ച അതോ ന ഭിന്നതേത്യർത്ഥഃ. അതിസൂക്ഷ്മമായ ബോധത്തിലാണ് ദ്വൈതാനുഭവം എപ്പോഴും നിലനിൽക്കുന്നത്. ജാഗ്രതായാലും സ്വപ്നമായാലും എന്തിന് സുഷുപ്തിയുടെ അനുഭവമായാലും എല്ലാം നിൽക്കുന്നത് ആത്മാവിലാണ്, ബോധത്തിലാണ്. അതുകൊണ്ട് ആ അനുഭവങ്ങളൊന്നും ആത്മാവിൽ നിന്ന് വേറിട്ടതല്ല, ആത്മഭിന്നമല്ല. ആത്മാവ് തന്നെ പല രീതിയിലും പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും തന്നെ പ്രകടിപ്പിക്കുന്നു. എന്തിന് എന്നുള്ള ചോദ്യം മാത്രം നിങ്ങൾ ചോദിക്കരുത്. എന്തിന്? നിങ്ങൾ ആത്മാവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? അത് ആത്മാവിൻ്റെ ഒരു വൈഭവം. കടലിൻ്റെ വൈഭവം എന്ന് പറയുന്നത് തിരകളിലും കുമിളകളിലും നുരയിലും പതയിലുമൊക്കെയാണ്. ഇതൊന്നുമില്ലാത്ത കടൽ കാണാൻ കൊള്ളില്ല. തിരയില്ലാത്ത കടലിലെ തിര കാണാനാണല്ലോ ഈ കടപ്പുറത്ത് ആൾക്കാർ ഒത്തുകൂടുന്നതല്ലേ. ആ കടൽ ജലം നിശ്ചലമായിരുന്നാൽ ആർക്ക് വേണം? കുളവോ കായലോ കാണുന്നത് പോലെ ഉള്ള ഒരു അനുഭവമല്ലേ അപ്പോൾ ഉണ്ടാവത്തുള്ളൂ. കടലിനുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ തിരകൾ, കൂറ്റൻ തിരകൾ, കരയിലേക്ക് അടിച്ചു കയറുന്ന നുരയും പതയും നിറഞ്ഞ തിരകൾ. ആ തിരകളാണ് കടലിൻ്റെ മഹത്വം അല്ലെങ്കിൽ കടലിൻ്റെ വൈശിഷ്ട്യം. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ മഹത്വം വേണ്ട എന്ന് പറയുന്നത് പോലെയാണ്. പ്രപഞ്ചമായി പ്രകടമാകുന്നത് ആത്മാവിൻ്റെ മഹത്വമാണ്. ഈശ്വരൻ്റെ വിഭൂതിയാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ ഈശ്വര ഭിന്നമായി കാണരുത്. ഈശ്വരനിൽ നിന്ന് വേറിട്ട ഒന്നായി ഈ ഭഗവാനെ കാണരുത്, അല്ല പ്രപഞ്ചത്തെ കാണരുത്. നമ്മൾ കാണും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളിൽ ആദ്യത്തേതായി വിശ്വം എന്ന വാക്ക് പ്രയോഗിച്ചത്. എത്ര പേരുണ്ട്? അച്യുതൻ, കേശവൻ, മാധവൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, ഗോപാലൻ. മഹാവിഷ്ണുവിന് എത്ര പര്യായപദങ്ങളുണ്ട്? ആദ്യത്തെ പര്യായപദം എന്താണ്? വിശ്വം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ. ആ ആദ്യത്തെ 2 വരിയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ വേറെ ഒന്നും ഇനി മനസ്സിലാക്കാനില്ല. പക്ഷേ നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ അശേഷം താല്പര്യം കാണിക്കാത്ത കൂട്ടരാണ്. നമുക്കിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം, ചൊല്ലണം. എങ്ങനെയെങ്കിലും തുടങ്ങി വല്ല വിധേനയും തീർത്തിട്ട് ഉള്ള ദക്ഷിണയും വാങ്ങിച്ച് സ്ഥലം വിടണം. ഇതാണ് ആഗ്രഹം. കാശിന് വേണ്ടി വേദങ്ങളെയും മന്ത്രങ്ങളെയും ഒക്കെ എപ്പോൾ മനുഷ്യർ വിൽക്കാൻ തുടങ്ങിയോ
അന്ന് നമ്മുടെ അധപ്പതനം ആരംഭിച്ചു. അന്നാണ് തുടങ്ങിയത്. എൻ്റെ അഭിപ്രായമല്ല. ഭാഗവത മാഹാത്മ്യം ഭാഗവതത്തിലുള്ള ഭാഗമല്ല, അത് പത്മപുരാണത്തിലുള്ളതാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പത്മപുരാണത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. ആ ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നത് എന്തെന്നോ, വിപ്രൈർ ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിത കണലോഭേന കഥാസാരസ്തതോ ഗതഃ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കൂ. വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഉണ്ട് വ്യാഖ്യാനങ്ങൾ. ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുകയാണ് എന്ന് തോന്നണ്ട. ഇത് സ്വാമിയുടെ ഒരു വ്യാഖ്യാനമാണ്, അങ്ങനെയാണ് പലരും പറയുന്നത്. ദുർഗാനന്ദ സ്വാമിയുടെ ഒരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ രമേശ് സാറിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഞങ്ങളുടെ എന്ന് പറയുന്ന വ്യാഖ്യാനം ഇല്ല ഇവിടെ. ഋഷീശ്വരന്മാർ പറഞ്ഞത്, സത്യദർശികളുടെ വാക്ക്, അതിനെ ഞങ്ങൾ ആവർത്തിക്കുന്നു. അവരുടെ വാക്കുകൾ ഞങ്ങൾ കടമെടുക്കുന്നു. അല്ലാതെ ഋഷീശ്വരന്മാർ പറയാത്ത എന്ത് കാര്യങ്ങളാണ് ഇവിടെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത്? ഒക്കെ പറഞ്ഞു വെച്ചതാണ്. ഏത് ഗംഭീരനും പറഞ്ഞതെല്ലാം നേരത്തെ പറയപ്പെട്ടിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഭാഗവത മഹാത്മ്യത്തിൽ എന്താ പറയുന്നത്? വിപ്രൈർ ഭാഗവതീ വാർത്ത. ഭാഗവത ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഭാഗവത മഹാപുരാണത്തിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ എന്നാണോ ഈ ബ്രാഹ്മണർ വീടാന്തരം കയറി ഓരോരോ വ്യക്തികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്, അന്ന് ഭാഗവതത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഭാഗവതം തരം താഴ്ത്തപ്പെട്ടു. എന്തിനാ അവർ ചെയ്തത്? നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി. കാരിത കണലോഭേന കഥാസാരസ്തതോ ഗതഃ. 5 or 10 പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ 10 രൂപയ്ക്കോ 25 രൂപയ്ക്കോ വേണ്ടി അതിലില്ലാത്ത പല കാര്യങ്ങളും ഈ ഭാഗവതം വീട്ടിൽ വന്ന് വായിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പാരായണം ചെയ്യുന്നവരെ ക്ഷണിക്കുന്ന വ്യക്തികൾ, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ശാസ്ത്രത്തെ വളച്ചൊടിക്കാൻ എന്ന് ഈ ബ്രാഹ്മണർ ശ്രമിച്ചോ, അന്ന് ഭാഗവത ശാസ്ത്രത്തിൻ്റെ സാരം നഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന്. അപ്പം ആരാ ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ, ഭാഗവതം വ്യാഖ്യാനിച്ചവർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. അവർ നേരാംവണ്ണം പറഞ്ഞു കൊടുത്തില്ല. ശ്രോതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നവൻ, പഠിപ്പിക്കുന്നവൻ, അത് അധ്യാപകനായാലും പ്രഭാഷകനായാലും, അയാൾ കാര്യങ്ങളെ ഉള്ളതുപോലെ വെട്ടിത്തുറന്ന് ഒന്നും ഒളിക്കുകയോ മറയ്ക്കുകയോ ചെയ്യാതെ ഉള്ളതുപോലെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അധ്യാത്മശാസ്ത്രത്തിന്, അതുപോലെ മറ്റു പുരാണങ്ങൾക്കും ഇപ്പോഴുള്ള ഒരു ദുസ്ഥിതി കൈവരുമായിരുന്നില്ല. നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇതിനെയൊക്കെ നശിപ്പിച്ചത്. എന്തിന്? ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. ഭാഗവത സപ്താഹം ഒരാഴ്ച വന്ന് നിങ്ങൾ കേട്ടു നോക്കൂ, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പോകും. കുട്ടികളില്ലാത്തവർക്ക് ഭാഗവത സപ്താഹത്തിൽ അറ്റൻഡ് ചെയ്താൽ എങ്ങനെയാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുക? എനിക്ക് മനസ്സിലാകാത്തതാണ്. നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറും. അസുഖം മാറണമെങ്കിൽ ആശുപത്രിയിൽ പോകണം, മരുന്ന് കഴിക്കണം. അതിനു വേണ്ടി അധ്യാത്മശാസ്ത്രത്തെ ഉപയോഗിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇതൊന്നുമല്ല. കാരണം നമുക്ക് സംസ്കൃതം അറിയില്ല, നമ്മൾ സംസ്കൃതം പഠിക്കുന്നത് വിട്ടു. അനാവശ്യമായ ഒരു വെറുപ്പ് ഈ സംസ്കൃതത്തോട് തോന്നി. ഏറ്റവും കൂടുതൽ സംസ്കൃത ഭാഷയെ വെറുക്കുന്നത് തമിഴന്മാരാണ്. നമ്മുടെ മലയാളത്തിൽ നമുക്ക് സംസ്കൃതത്തിനോട് അത്ര പ്രതിപത്തി ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിൽ 80% വാക്കുകൾ സംസ്കൃത പദങ്ങളാണ്. അതും അറിയില്ല നമുക്ക്. പച്ച മലയാളം എന്ന് പറയാനുള്ള കുറേ വാക്കുകളുള്ളൂ. വട്ടി, കുട്ട, കോഴി, പൂച്ച, പട്ടി, ഓല, ഇതുപോലെയുള്ള കുറേ വാക്കുകൾ മാത്രമേ ഉള്ളൂ. നല്ല സ്റ്റാൻഡേർഡ്, നല്ല സാഹിത്യ മലയാളം, അല്ലെങ്കിൽ ഒരുവിധം നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യണമെങ്കിൽ സംസ്കൃത പദങ്ങളുടെ സഹായം കൂടിയേ തീരൂ. സഹായം എന്നുള്ള വാക്ക് സംസ്കൃതമാണ്. നീതി, ന്യായം, ധർമ്മം, അധർമ്മം, സത്യം, ഇതെല്ലാം സംസ്കൃതമാണ്.
ഈശ്വരൻ, ഭഗവാൻ, വേണമെങ്കിൽ പറയാം പടച്ചോൻ, അത് മലയാളം. പടച്ചോൻ അത് മലയാളം. ദൈവം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതം. ഭഗവാൻ സംസ്കൃതം. നമ്മൾ സംസ്കൃതത്തെ തഴഞ്ഞു. സംസ്കൃതം പഠിക്കുന്നത് നിർത്തി. ഇപ്പോൾ സ്കൂളുകളിൽ ചെന്ന് നോക്കൂ, സംസ്കൃതം ഒരു വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ, കുട്ടികൾക്കൊന്നും അറിയില്ല, കുട്ടികളെ ഏതിനാണോ കൊണ്ട് ചേർക്കുന്നത് അവരത് പഠിക്കും. മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാത്തത്? സംസ്കൃതം പഠിച്ചാൽ ജോലി കിട്ടുമെന്നാണ് ചോദിച്ചത്. സംസ്കൃതം ഒരു മൃതഭാഷയല്ലേ? എത്ര പേർക്ക് സംസ്കൃതം അറിയാം? എത്ര പേര് സംസ്കൃതത്തിൽ സംസാരിക്കുന്നു? മറ്റ് ഭാഷകളിലൊക്കെ ദിനം പ്രതി പുതിയ പുതിയ കവിതകളും കഥകളും ഉപന്യാസങ്ങളും പ്രബന്ധങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സംസ്കൃതത്തിൽ അങ്ങനെ പുതുതായിട്ട് എന്താണ് ഉള്ളത്? അവിടെ ആയിട്ട് കുറേ സംസ്കൃത പണ്ഡിതന്മാരുണ്ട്, വിരലിലെണ്ണാവുന്നവർ. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടും. ഇതല്ലാതെ അത് ഒരു വികസ്വരമായ ഭാഷയല്ല സംസ്കൃതം. ഇംഗ്ലീഷ് അങ്ങനെയല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യവഹരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ സംസ്കൃതം കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഈ സംസ്കൃതം പഠിച്ചതുകൊണ്ട് ലൗകികമായ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് സംസ്കൃതം പഠിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ നമ്മുടെ പാരമ്പര്യം, പൈതൃകം, അത് മുഴുവൻ ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിലാണുള്ളത്. അപ്പോൾ ആ ഭാഷ പഠിക്കാതെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്കിങ്ങനെ ഇവിടെ കിടന്ന് കഴുതക്കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ വിഷമമൊന്നുമില്ല കേട്ടോ. എനിക്ക് ശരിക്കും പാവ സാറ് വല്ലാണ്ട് വിഷമിച്ചാണ് ഇന്ന് സംസാരിച്ചത്. സംസ്കൃതം ആരും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു വിഷമവുമില്ല. നിങ്ങൾ സംസ്കൃതം പഠിച്ചാലും ശരി, പഠിച്ചില്ലെങ്കിലും ശരി, പക്ഷെ ആത്മാവിനെ അറിയണം. ആത്മജ്ഞാനം ഉപനിഷത്തുകളിലും വേദങ്ങളിലുമാണ് നിറച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കതിൻ്റെ തർജ്ജമയുണ്ട്, ഭാഷാന്തരമുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക. എന്നാലും അതിൻ്റെ പ്രിസ്റ്റൈൻ ബ്യൂട്ടി, അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ വാസ്തവമായ ആ ഒരു രസം കിട്ടണമെങ്കിൽ എന്തിനേയും അത് കവിതയാകട്ടെ, കഥയാകട്ടെ, ഉപന്യാസമാകട്ടെ, എന്തേ ആയിക്കോട്ടെ, അത് ഒറിജിനലായി ഏത് ഭാഷയിലാണോ രചിക്കപ്പെട്ടത് ആ ഭാഷയിൽ അതിനെ വായിക്കണം. തമിഴായാലും മലയാളമായാലും എന്ത് തന്നെ. ഈ തർജ്ജമ എന്ന് പറയുന്നത് താഴേക്കിടയാണ്. ഒരിക്കലും നിങ്ങൾ ഒരു ഭാഷയിലെ പുസ്തകത്തിൻ്റെ ആശയത്തെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ആ ഒറിജിനാലിറ്റി 100% നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് വിവർത്തകൻ്റെ ദോഷമല്ല, അത് ഭാഷയുടെ ദോഷമാണ്. നിങ്ങൾക്ക് തമിഴിൽ ഒരു സിദ്ധൻ്റെ പാട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തമിഴ് പഠിക്കണം. തമിഴ് പഠിച്ചിട്ട് ആ പാട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോഴുള്ള അനുഭൂതി എന്ന് പറയുന്നത് വേറൊന്നാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൃതി, അതിനെ ഞാൻ തമിഴിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ ആ മലയാളത്തിൽ വായിക്കുന്ന ആ ഒരു രസം, ആ ഒരു ഫീൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഫീല് കിട്ടില്ല.